ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ മഴ? ഒരുപാട് മഴയുണ്ടോ? കാരണം ഞങ്ങൾക്കിവിടെ എറണാകുളം നോർത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമുക്കിവിടെ മഴ വളരെ കുറവെന്ന് പറയാം, മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച്. പക്ഷെ മഴയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ രാവിലെ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ്റെ വീട്ടിലും ഏട്ടനും ഒക്കെ പറയണത് എന്താ വെച്ചാൽ അവിടെ നല്ല ബുദ്ധിമുട്ടുകളാണ്. മഴ രാവിലെ തുടങ്ങിയ മഴയാണ്, ഭയങ്കര ശക്തമായ മഴയാണ്. അത് കഴിഞ്ഞ് ന്യൂസ് വെച്ച് നോക്കുമ്പം റാന്നിയിലെല്ലാം വെള്ളപ്പൊക്കവും കാര്യങ്ങളും, ഒരുപാട് ആളുകളുടെ ഒരുപാട് സാധനങ്ങൾ നശിച്ചു പോയിരിക്കുന്നു. ഉരുൾ പൊട്ടൽ, പത്തനംതിട്ട, റാന്നി എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആളുകൾ. പിന്നെ നമ്മുടെ അവിടെ നാട്ടിലെ വീടിൻ്റെ അടുത്താണ്, ഏട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് മണിമല. അപ്പം മണിമലയാറെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് അതൊക്കെ കേട്ടപ്പോൾ ഒരു മനസ്സിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളിങ്ങനെ ഞാനിപ്പോൾ ന്യൂസ് വെച്ച് ഇങ്ങനെ നോക്കുമ്പം ഒരുപാട് ക്യാമ്പുകളൊക്കെ അവർ തുറന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വാശി പിടിച്ചൊന്നും വീടുകളിൽ ഇരിക്കാതെ എല്ലാവരും ക്യാമ്പുകളിലേക്ക് മാറുക. കഴിവതും നമുക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാഹചര്യം വരും എന്നല്ല പറയുന്നത്, പക്ഷെ വന്നുകൂടായിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് കേട്ടോ ഞാനത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓടി നടന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി സർട്ടിഫിക്കറ്റുകളാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവാതിരിക്കാനും ഞാൻ ബുദ്ധിമുട്ടിയ വഴികൾ ഇനി ആർക്കും വരാതിരിക്കാനും കൂടിയാണ് ഞാനിപ്പോൾ പറയണത്. സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതൊരു ഫയലിലേക്ക് ആക്കിയിട്ട് ഒരു ബാഗിൽ സൂക്ഷിച്ചോളൂ. എന്തെങ്കിലും എമർജൻസി വന്നാൽ നമുക്കതെടുത്തിട്ട് മാറാം. ആ മാറുന്നിടത്തേക്ക് എന്തായാലും സേഫ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. പിന്നെ മാക്സിമം കൊച്ചുകുട്ടികൾ ഇന്നിപ്പോൾ കണ്ട എത്ര കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളക്കെട്ടിൽ വീഴുന്നതും ഒലിച്ചു പോകുന്നതും ഒക്കെയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നതും, അല്ലെങ്കിൽ അവർ കൂടെ പോകുമ്പോഴാണെങ്കിലും കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കുക. കാരണം കൊച്ചുകുട്ടികളെയും കൊണ്ട് പുറത്ത് മാക്സിമം പോകാതിരിക്കുക. പിന്നെ ഈ മഴയും ഈ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കുക വെളിയിലേക്കൊന്നും ഒരുപാട് പോകല്ലേന്ന്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. വണ്ടിയുള്ളവരൊക്കെ വണ്ടിയായിട്ട് അവിടെ ഇവിടെ എല്ലാം പോയി കറങ്ങാൻ പോകുന്നു. അപ്പോൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം ഉരുൾപൊട്ടൽ പല സ്ഥലങ്ങളിൽ മഴയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മഴയാണ്. അപ്പോൾ അത് ഒരുപാട് ശക്തമായിട്ടുള്ള മഴയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടല്ല നമ്മൾ പോകുന്ന വഴിയൊക്കെ സേഫ് ആണോ അല്ലയോ. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. ഞാനതാണ് പറയുന്നത്, ഒരുപാട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ വിധിയാണ്. നമുക്ക് മാക്സിമം ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, ഒന്നും സംഭവിക്കില്ല എന്ന്. ലോകത്തുള്ള ആർക്കും ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ സംഭവിച്ചതൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിലും അത് കേൾക്കുമ്പോൾ നമുക്കുള്ളിലൊരു വിഷമമല്ല. ആരെങ്കിലും ഒരപകടത്തിൽ പെടുക അല്ലെങ്കിൽ അവർ മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും മനസ്സുകൊണ്ട് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ സൂക്ഷിച്ചിട്ട് വരാനുള്ളത് വരട്ടെ. പക്ഷേ മഴയിൽ നാളെ നമുക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും ഞാനിങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ആലോചിച്ചതാണ്, ദൈവമേ, ഞാനൊക്കെ ഇപ്പം സേഫായിട്ടിരിക്കുന്നു. പക്ഷെ എത്രയോ സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ, നമുക്കൊരു നമ്മളിടുന്ന ഒരു ഡ്രസ്സ് നമ്മൾ മഴയത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം തണുപ്പുണ്ടാവും. അപ്പോൾ ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവർ വെള്ളം മുങ്ങി ഫുള്ള് നനഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അത് ആർക്കാണെങ്കിലും ഒരു വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരവസ്ഥയല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ തരണം ചെയ്തതാണ്. അപ്പോൾ ഇതും ഒക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ആർക്കും അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ മക്കളുടെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മൾ സേഫായിട്ടിരിക്കുക. രാത്രിയിലൊക്കെ സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്പറുകൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ സേവ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് എമർജൻസി ആയിട്ടുള്ള കുറച്ച് കോൺടാക്റ്റുകൾ നമ്മൾ എടുത്തിടുക. അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ കോൺടാക്ട് ലിസ്റ്റിൽ അത് നമ്മൾ കരുതി വെക്കുക. ഇപ്പം വെള്ളക്കെട്ടിൽ വീണൊരു കുട്ടി മരിച്ചെന്ന് ന്യൂസ് കൊടുക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കത് കണ്ടിട്ട് അത് കോട്ടയം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കോട്ടയം ജില്ലയിൽ നല്ല രീതിയിൽ മഴ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചപ്പോഴും മഴയുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കണ്ടോ, ഇപ്പം ഇപ്പോഴത്തെ ന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ. അത് ഇങ്ങനെ ഒരു വെള്ളക്കെട്ടിൽ വീണൊരു കുട്ടി മരിച്ചു എന്നുള്ളത്. അപ്പോൾ എനിക്കത് കേട്ടിട്ട് ഞാനിത് ഇപ്പോൾ പറയാൻ തുടങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇപ്പോൾ ഒരുപാട് മഴകൾ പെയ്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക, അപകടങ്ങൾ വരുത്താതിരിക്കുക, ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മാക്സിമം അപകടങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവമേ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടാവണമെന്ന് മാത്രം പ്രാർത്ഥിക്കുക. ഇനി ഇതുവരെയൊക്കെ മഴ പെയ്തു, ഇനി മഴ പെയ്യല്ലേ എന്നും, ഇത്രയും ശക്തമായിട്ടുള്ള മഴ പെയ്യല്ലേ എന്നും, ഉരുള് പൊട്ടലും വെള്ളമൊഴുക്കും ഒന്നും ഉണ്ടാവല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ തമ്പുരാനോട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാം. അപ്പോൾ സീ യു, ബൈ.